ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടെ റെഡിയാക്കാൻ പോകുന്നത് ഒരു മസാല സാൻഡ്വിച്ച് ടോസ്റ്റാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ടോസ്റ്റാണ് ഇത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മസാല സാൻഡ്വിച്ച് ടോസ്റ്റ് റെഡിയാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു സാൻഡ്വിച്ച് ടോസ്റ്റിനുള്ള ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലോട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഇതിലേക്കൊരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. ഞാൻ നല്ല ജീരകമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് പൊട്ടി വരട്ടെ. ജീരകം ഒന്ന് പൊട്ടി വന്നതിന് ശേഷം നമുക്ക് പകുതി സവാള, ഞാൻ ഒരു സവാളയുടെ പകുതിയെ എടുത്തിട്ടുള്ളൂ, അതൊന്ന് കൊത്തി അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി. തീ നന്നായിട്ട് കൂട്ടി വെക്കുകയാണെങ്കിൽ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് പറഞ്ഞത്. ഒരുപാട് അങ്ങ് വഴഞ്ഞു പോവേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. പച്ചമുളകൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചേർക്കാം. ഒരുപാട് നല്ല എരിവൊക്കെ ഇഷ്ടമുള്ളവർക്ക് കുറച്ചുകൂടി വേണമെങ്കിൽ 1-2 കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എന്തായാലും ഒരു പച്ചമുളക് മാത്രമേ ഇതിലേക്ക് ചേർത്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ, അതുകൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ ആ ഒരു പച്ച മണം മാറി വരുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി ചെയ്തെടുക്കണം. അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ഒരു ഉരുളക്കിഴങ്ങാണ്. ഇത് ഞാൻ വേവിച്ചതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് എടുത്തതാണ്. ഇത് ഇത്രയുള്ളൊരു സൈസ് എടുക്കുക. ഒരു വലിയ ടൈപ്പാണ് ഈ ഒരു ഉരുളക്കിഴങ്ങ്. ഇനി ചെറിയ ഉരുളക്കിഴങ്ങാണെങ്കിൽ 2 വരെ എടുക്കാം. അപ്പോൾ ഇത് ഞാൻ ഇനി ഒന്ന് ഉടച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ നമ്മുടെ ഉരുളക്കിഴങ്ങൊന്ന് മാഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊക്കെ നേരത്തെ ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാട്ടോ. നമ്മൾ ഈ ഒരു ഫില്ലിങ് റെഡിയാക്കുന്നതിന് മുമ്പേ തന്നെ ഈ പൊട്ടാറ്റോയൊക്കെ ഒന്ന് മാഷ് ചെയ്ത് വെച്ചേക്കുക. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലക്സ് ചേർക്കുന്നുണ്ട്. ഞാൻ 1/2 ടീസ്പൂണാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി ചില്ലി ഫ്ലക്സ് ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ലാസ്റ്റ് ആയിട്ട് ഞാൻ കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഒരുപാടൊന്നും ചേർക്കേണ്ട, കുറച്ച് ചേർത്താൽ മതി. ഇനി മല്ലിയില ഇല്ലെങ്കിൽ മാത്രം വേണമെങ്കിൽ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ എന്തായാലും നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ഞാനിത് ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഈ സൈഡൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സോസൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടൊമാറ്റോ സോസാണ്. ചില്ലി സോസ് വേണമെങ്കിൽ ചില്ലി സോസ് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്താ പറയുക മയോണൈസ് ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതൊക്കെ നമ്മുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാൻ എന്തായാലും ടൊമാറ്റോ സോസാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് നമ്മുടെ ആ ഒരു പൊട്ടാറ്റോയുടെ ഫില്ലിങ് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് രണ്ടും കൂടെ ഇതുപോലെ ഒന്നിച്ച് വെക്കാം. അടുത്തതായിട്ട് ഞാൻ കുറച്ച് ബട്ടർ എടുത്തിട്ടുണ്ട്. റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ വേണം എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നല്ല കട്ടിയായിട്ടിരിക്കും, അതുകൊണ്ടാണ് പറഞ്ഞത്.
അപ്പോൾ അതേ കണ്ടോ നമ്മുടെ ബട്ടർ നല്ല സോഫ്റ്റ് ആണ്. ഇപ്പോൾ എൻ്റെ അടുത്തുള്ളത് അൺസാൾട്ടഡ് ബട്ടർ ആണ്. സാൾട്ടഡ് ബട്ടർ മതി കേട്ടോ. നമ്മൾ ഈ ബ്രെഡ് ടോസ്റ്റ് ഒക്കെ ചെയ്യുന്ന സമയത്ത് സാൾട്ടഡ് ബട്ടർ ആയിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ അൺസാൾട്ടഡ് ബട്ടർ എടുത്തതേ ഉള്ളൂ. ഈ ബട്ടർ നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് തിരിച്ച് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ടും കുറച്ച് ബട്ടർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ തന്നെ ബാക്കിയുള്ള ബ്രെഡൊക്കെ ഒന്ന് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഞാൻ ദേ ഒരു 3 ബ്രെഡ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുത്ത് വച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരല്പം ബട്ടർ, ഇതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരല്പം ബട്ടർ ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ബ്രെഡ് ഇതിൻ്റെ ടോപ്പിലായിട്ട് വെച്ച് കൊടുക്കാം. ഓരോന്നും ഇത് റെഡിയാക്കി എടുക്കാം, എല്ലാം കൂടെ ഒന്നിച്ച് വെക്കരുത്. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്താൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവും. അപ്പം നമ്മുടെ ഫസ്റ്റ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലോട്ട് വെച്ചിട്ട് ബാക്കിയുള്ളത് കൂടി ഒന്ന് റെഡിയാക്കിയിട്ട് എടുക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ സാൻഡ്വിച്ച് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സാൻഡ്വിച്ച് പോലെ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. സാധാ നൈഫ് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ പിസ്സ കട്ടർ ഉള്ളതുകൊണ്ട് ഞാനിങ്ങനെ കട്ട് ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താഴെ കാണുന്ന ആ ലൈക്ക് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ ആരും മറക്കരുത്. പിന്നെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് വേണ്ടിയിട്ട് താഴെ കാണുന്ന ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഉടനെ തന്നെ ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് മറക്കാതെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞങ്ങൾ പുതിയതായിട്ട് വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ.